ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനം 32 അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടം ഇല്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവിടെ നമുക്ക് ചില കാര്യങ്ങളെ കാണാൻ കഴിയും. ലംഘനം, പാപം, അകൃത്യം, ഈ 3 കാര്യം നാം വിശ്വാസികളായ നാം പ്രത്യേകിച്ച് അറിയേണ്ട കാര്യമാണ്. ലംഘനം, പാപം, അകൃത്യം. നമ്മൾ പൊതുവേ കർത്താവിനോട് എപ്പോഴും കർത്താവേ എൻ്റെ പാപം ക്ഷമിക്കണമേ, എൻ്റെ കുറവുകൾ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറുണ്ട്, ഏറ്റുപറയാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ദാവീദ് ഈ സങ്കീർത്തനത്തിൽ പറയുന്ന കാര്യം, അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയും, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. നോക്കണമേ, ഏറ്റുപറച്ചിലിൻ്റെ ഭാഗമായിട്ട് ദാവീദ് പറഞ്ഞ 3 കാര്യമാണ്: എൻ്റെ പാപം, എൻ്റെ അകൃത്യം, എൻ്റെ ലംഘനം. ഒരു വ്യക്തി പൂർണ്ണമായി സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ അവൻ്റെ ലൈഫിൽ കിട്ടേണ്ട ഒരു കാര്യമാണ് ലംഘനം ക്ഷമിച്ചു കിട്ടണം, പാപം ക്ഷമിച്ചു കിട്ടണം, അകൃത്യം കണക്കിടാതെ വരണം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പാപത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, പാപം എന്ന് പറഞ്ഞാൽ നാം ചെയ്യുന്ന പാപം, നമ്മൾ ചെയ്യുന്ന കാര്യമാണ് പാപം. എന്താ ലംഘനം? ലംഘനം എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രസ്പാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവമക്കൾക്ക് ചില അതിർവരമ്പുകളുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ഇങ്ങനെ പറയാറുണ്ട്, അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറേ കാര്യമുണ്ടല്ലോ. അപ്പം അങ്ങനെ അതിർവരമ്പിലുള്ള അതിനെ ലംഘിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം ഇന്നത്തെ വഴിയിൽ സ്റ്റെപ്പ് വയ്ക്കുന്നതാണ് ലംഘനം. ലംഘിക്കുക, ഇങ്ങനെ തന്നെ ആകണം, അതിനെ മറിച്ച് വേറെ ഒരു വഴി മാർഗം കണ്ടെത്തുക എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാൻ. ലംഘിക്കുക, നിയമലംഘനം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ഇവിടെ അകൃത്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അകൃത്യം എന്ന വിഷയം പലർക്കും അറിയായിരിക്കും, ചിലർക്ക് അറിയാത്തിരിക്കാം. എങ്കിലും ഞാനതിനെക്കുറിച്ച് അല്പസമയം ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അകൃത്യം എന്താണ്? ബൈബിളിൽ അകൃത്യത്തെ പറ്റി ഒത്തിരി ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, എല്ലാം കൂടെ പറയാൻ കഴിയത്തില്ല. പക്ഷേ ഈ അകൃത്യം ഏറ്റുപറഞ്ഞ് പ്രാപിക്കണമെന്ന് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ഈ അകൃത്യത്തെക്കുറിച്ച് പറയുന്ന ചില ഭാഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം, 1000 ദയപാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. ദൈവത്തെപ്പറ്റി പറയുമ്പോൾ അവിടെ പറയുകയാണ്, ദൈവത്തിൻ്റെ ചില ക്വാളിറ്റികൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയുന്നതാണ്, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറ സന്ദർശിക്കുന്നവൻ. ഇതൊരിക്കലും പുറത്തുനിന്ന കാര്യമല്ല, ദൈവം വച്ചൊരു നിയമമാണ്, സ്പിരിച്വൽ തത്വമാണ് അകൃത്യം കണക്കെടുപ്പ് എന്നുള്ള കാര്യം. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, അകൃത്യം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണ്? എന്നെ പകയ്ക്കുന്നവർ, ദൈവത്തെ പകയ്ക്കുന്നവർ, ദൈവത്തെ അല്ലെങ്കിൽ ദൈവത്തിന് എതിരെ നിൽക്കുന്നവർ, ദൈവവചനം അനുസരിക്കാത്തവർ എന്നൊക്കെ നമുക്കതിനെ പറയാൻ പറ്റും. 20-ാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും, അതിൻ്റെ 5-ാം വാക്യം, പുറപ്പാട് 20:5 പറയുന്നു, എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെയും അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു സ്പിരിച്വൽ തത്വമാണ്, ആത്മീയ തത്വമാണ്. ഇതാർക്കും മാറ്റുവാൻ കഴിയില്ല. അത് മാറ്റാൻ കഴിയുള്ള ഒറ്റ ഒരു
വ്യക്തിത്വം എന്ന് പറഞ്ഞത് നമ്മുടെ കർത്താവ് യേശു കർത്താവാണ്. യേശു കർത്താവിൽ കൂടെ അത് സംഭവിക്കും. അപ്പോസ്തലപ്രവൃത്തി 3:26 പറയുന്നു, ആ കർത്താവ് നമ്മളെ അകൃത്യത്തിൽ നിന്ന് മാറ്റിയിട്ട് അനുഗ്രഹിക്കുവാൻ വേണ്ടി വന്നു എന്ന് വചനം പഠിപ്പിക്കുന്നു. അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഇതാണ് തത്വം. കർത്താവ് യേശു കർത്താവ് ഒരാൾ അതിനെ നമ്മളെ നിയമപരമായിട്ട് അതിന് പുറത്തുകൊണ്ടുവരണം. കാര്യം ഒരാൾ പാപം ചെയ്തു, അതിൻ്റെ ആത്മീയ തത്വം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാപക്കറകൾ എന്ന് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വാധീനം എന്ന് പറയാം. എന്തോ ഒന്ന് തലമുറ ബാധിക്കുകയാണ്. നമുക്കറിയാം, ദാവീദിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ അവിടെ ദാവീദ് ഒരു പാപം ചെയ്തു, ലൈംഗിക പാപം ചെയ്തു. അത് അവൻ്റെ തലമുറയോളം ചില വ്യക്തികളെ അത് ബാധിച്ചു. ദൈവം പറഞ്ഞു, ഇത് നിന്നോട് ക്ഷമിച്ചിരിക്കുകയാണ്, പക്ഷെ ഇതിൻ്റെ വാൾ തലമുറ ചുമക്കേണ്ടി വരും. അവിടെ പലതരം പാപം ദാവീദ് ചെയ്തു. അപ്പോൾ അവിടെ നാഥാൻ പ്രവാചകനെ കർത്താവ് അയച്ചിട്ട് ഇവിടെ പറയുകയാണ്, 2 ശമൂവേൽ 11-12 അധ്യായമാണ് ഇത് കാണുന്ന ഈ ചരിത്രം. അതിൽ 12 അധ്യായത്തിലെ 9 വാക്യം പറഞ്ഞു, നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവന് അനിഷ്ടമായത് ചെയ്തത് എന്ത്? ഹൃത്യനായ യൂരിയാവെ വാൾ കൊണ്ടു വെട്ടി അവൻ്റെ ഭാര്യയെ നിനക്കായി എടുത്തു, അവനെ അമ്മോനിയുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു. നീ ഇത് ചെയ്തുകൊണ്ട് കർത്താവ് പറയാം, നീ എന്നെ നിരസിച്ചു. ഹിത്യനായ യൂരിയാവിൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യ എടുത്തത് കൊണ്ട് വാൾ നിൻ്റെ ഗൃഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിൻ്റെ സ്വന്തം ഗൃഹത്തിൽ ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും, നീ കാണുകയെ അങ്ങനെ കുറേ കാര്യം പറയുകയാണ്. ഇതെല്ലാം ഞാൻ ഒത്തിരി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ചരിത്രം കിടക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ചരിത്രത്തിൽ അങ്ങനെ സംഭവിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, ഈ ഒരു പ്രവൃത്തി ഒരാൾ ചെയ്ത് കാരണം അതിൻ്റെ അകൃത്യം, അതിൻ്റെ പരിമിത ഫലം അനുഭവിക്കുന്ന ഒരു തലമുറ. അപ്പോൾ ഒരു വ്യക്തി നിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ ലൈഫിൽ ആ വ്യക്തി നിൽക്കുന്നത് പാപമെന്ന സംഭവത്തെക്കാൾ ഉപരി അവൻ്റെ ലൈഫിൽ അകൃത്യം പരിഹരിക്കേണ്ടത് ആവശ്യമാണ്. യേശു കർത്താവ് ക്രൂശ് ചൂന്നപ്പോൾ യെശയ്യാവ് 53 പറഞ്ഞു, അകൃത്യം കാരണം അവൻ തകർക്കപ്പെട്ടു, നുറുക്കപ്പെട്ടു. അപ്പോൾ ഒരു വ്യക്തിയെ തകർക്കുന്നത്, നുറുക്കുന്നത് അത് അകൃത്യമാണ്. ഇതിന് ഒരു നിയമപരമായ സോഴ്സ് കിടക്കുകയാണ്. ദൈവം ആദ്യമേ പറഞ്ഞു, എന്താണ് അകൃത്യം തലമുറമേൽ. അപ്പോൾ ഒരു വ്യക്തി അറിയുന്നില്ല ഞാൻ എന്തൊക്കെ അകൃത്യം ചുമക്കുന്നുവെന്ന്. ആ വ്യക്തി എന്തൊക്കെ അകൃത്യം ചുമക്കുന്നു അറിയത്തില്ല. അപ്പോൾ ഇവിടെ ദാവീദിൻ്റെ ലൈഫിൽ എന്താണ്, വേറൊരു സ്ത്രീയെ കണ്ട് മോഹിച്ചു, അവളുമായിട്ട് തെറ്റായ ബന്ധമുണ്ടായി. അത് കഴിഞ്ഞിട്ട് അവൾ ഗർഭിണിയായപ്പോൾ സമയം കണ്ടപ്പോൾ ഭർത്താവിനെ കൊന്നു. ഭർത്താവിനെ കൊണ്ടുവന്ന് അവിടെ ഒരു പരിഹാരം വരെ നോക്കുന്നെങ്കിൽ നടന്നില്ല, അതിനെ കൊന്നു. പിന്നെ അവളെ ഭാര്യയായി എടുത്തു. അങ്ങനെ കുറേ കാര്യം നടന്നു. അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടുണ്ടായെങ്കിലും അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ല അവിടെ. പിന്നെ തലമുറയായിട്ട് അങ്ങനെ കുറേ ബാധിക്കപ്പെട്ടു. കുറേ ആൾക്കാർ ശാരീരികമായൊക്കെ പീഡിപ്പിക്കപ്പെട്ടു. പല സംഭവം ഉണ്ടായി. അതാണ് ദാവീദ് പറഞ്ഞത്, ഇത് കണക്കിടാതിരുന്നാൽ അത് ഭാഗ്യമാണെന്നാണ്. അപ്പോൾ ഈ അകൃത്യത്തെ പറ്റി കുറേ കാര്യം പറഞ്ഞു. അകൃത്യം എന്ത് ചെയ്യുമെന്നൊക്കെ ഇഷ്ടംപോലെ പറഞ്ഞു. സദൃശവാക്യം 21:8 പറയുന്നത് എങ്ങനെയാണ്, അകൃത്യം ചുമക്കുന്നവൻ്റെ വഴി വളഞ്ഞിരിക്കും. വിലാപങ്ങളുടെ പുസ്തകം 5:7 പറയുന്നതാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു നശിച്ചുപോയി, എന്നാൽ അവരുടെ അകൃത്യം ഞങ്ങൾ ചുമക്കുന്നു. യെശയ്യാവ് 1:4 പറയുന്നു, ഇതാ അകൃത്യമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജാതി, ജനം ദുഷ്പ്രവൃത്തിക്കാരുടെ മക്കൾ. ഹല്ലേലൂയ. സങ്കീർത്തനം 119:133 പറഞ്ഞു, കർത്താവേ, അത് മലയാളത്തിൽ വായിച്ചാൽ ആ വാക്ക് തെറ്റാണ്, ഇംഗ്ലീഷ് വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഇനിക്വിറ്റി എന്നാണ് അകൃത്യത്തിൻ്റെ ഇംഗ്ലീഷ്, ഇനിക്വിറ്റി എന്നാണ്. കർത്താവേ, യാതൊരു ഇനിക്വിറ്റിയും എന്നെ ഭരിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യെരമ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ കാണാൻ കഴിയും. 14 അധ്യായം, 15 അധ്യായം, 16 അധ്യായം, 17 അധ്യായം വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഈ അകൃത്യം കാരണം ഒരു ദേശത്ത് വന്ന തകർച്ച, അവിടെ വന്ന അകൃത്യം വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട അകൃത്യമാണ്. ദൈവത്തെ ആരാധിക്കാതെ വിഗ്രഹത്തെ അന്വേഷിച്ചു പോയി. അതുകൊണ്ട് തലമുറകൾ അതിന് അകൃത്യം ചുമക്കുകയാണ്.
അതുകൊണ്ട് നെഹമ്യാവ് ചെയ്ത കാര്യം, നെഹമ്യാവ് 9:2 പറയുന്നു, ഇസ്രായേൽ മക്കൾ ഒരുമിച്ച് കൂടി അവർ തങ്ങളുടെ പാപങ്ങളെയും പിതാക്കളുടെ അകൃത്യങ്ങളെയും ഏറ്റുപറഞ്ഞു. ഒരു തകർച്ച ഉണ്ടായപ്പോൾ നെഹമ്യാവിനെ പിടികിട്ടി, ഞങ്ങളുടെ പാപം മാത്രമല്ല, ഞങ്ങളുടെ അകൃത്യം, ഞങ്ങൾ ചുമക്കുന്ന അകൃത്യം ഞങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാണ്. 103 സങ്കീർത്തനം പറഞ്ഞു, രോഗങ്ങളുമായി ബന്ധപ്പെട്ട അകൃത്യങ്ങളൊക്കെയാണ്. വിലാപങ്ങളോ 5:7 വായിക്കണം. പല രോഗങ്ങൾ അവിടെ കാണാൻ കഴിയും. പല രോഗങ്ങൾ അത് ബാധിക്കുന്നത്, എല്ലുകൾ, അസ്ഥികൾക്ക് ക്ഷയം, മാനസികമായി വയ്ക്കുന്ന ദാസന്മാർക്ക് അടിമയായി പോകുന്ന യജമാനന്മാർ. നമ്മൾ പല വ്യക്തികളെ കണ്ടറിയാം, അവർ അകൃത്യം ചുമക്കുന്ന വ്യക്തിയാണ്. യേശു കർത്താവ് ക്രൂശിൽ പരിഹരിച്ചു കഴിഞ്ഞു. പക്ഷേ അത് വ്യക്തിപരമായ ലൈഫിൽ വന്നിട്ടില്ല. അതെങ്ങനെ വരും? നമ്മൾ പാപം ഏറ്റുപറഞ്ഞ്, അകൃത്യങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ കർത്താവ് അകൃത്യങ്ങളെ മാറ്റുമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. ഈ അകൃത്യത്തിനകത്ത് നമ്മൾ വെറുതെ ഒരു ഏറ്റുപറച്ചിൽ കൂടെ മാത്രം സംഭവിക്കുന്ന വിടുതലല്ല സംഭവിക്കുന്നത്. കാരണം അതൊരു ഉടമ്പടിയാണ്, ഒരു നിയമമാണ്, കർത്താവ് വെച്ച നിയമമാണ്. അപ്പോൾ നിയമത്തിന് ഒരു പുതിയ ഉടമ്പടി നമ്മുടെ ഇടയ്ക്ക് വരേണ്ട ആവശ്യമുണ്ട്. അതാണ് ക്രിസ്തുവിൻ്റെ രക്തം. യേശുവിൻ്റെ രക്തം നമ്മുടെ പാപക്കറകളെ പോക്കി വിടുവിക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നു. അപ്പോൾ യേശു പറയുകയാണ്, ഇതെൻ്റെ പുതിയ നിയമത്തിൻ്റെ രക്തമാണ്. അപ്പോൾ പഴയ നിയമം, പഴയ കാര്യങ്ങൾ, പഴയ സംഭവങ്ങൾ നിയമപരമായി നമ്മൾ ബാധിക്കുമ്പോൾ അത് നമ്മളെ വിട്ട് മാറണമെങ്കിൽ നമ്മൾ പുതിയ ഉടമ്പടിക്കകത്ത് വരണം. പുതിയ ഉടമ്പടിക്കകത്ത് ഞാൻ പുതിയ ഉടമ്പടിക്കകത്ത് പറഞ്ഞാൽ പറ്റത്തില്ല. അത് നമ്മൾ ആത്മീയമായ ചില കാര്യങ്ങളെ ക്രമപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. റോമർ 8:2 വാക്യം കാണാൻ കഴിഞ്ഞു, ജീവൻ്റെ ആത്മൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇത് ഭയങ്കരമായൊരു ഉടമ്പടിയുടെ കാര്യമാണ്. എബ്രായർ 8:12 കാണാൻ കഴിഞ്ഞു, ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുടനാകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയില്ല. എൻ്റെ 10:17 പറഞ്ഞു, ഞാൻ അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയില്ല എന്ന് അരുളി ചെയ്യുന്നു. അകൃത്യങ്ങൾ കാരണം അസ്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അകൃത്യങ്ങൾ കാരണം മാനസിക പീഡനം ഉണ്ടാകും. അകൃത്യങ്ങൾ കാരണം പിന്മാറ്റങ്ങളുണ്ടാകും. അകൃത്യങ്ങൾ കാരണം ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കപ്പെടുന്നു. അകൃത്യങ്ങൾ കാരണം മനുഷ്യൻ കുതുകാലിനെ പിന്തുടരുന്നു. അകൃത്യം എൻ്റെ കുതുകാലിനെ പിന്തുടരുന്നു എന്ന് 49:5 പറയുന്ന സങ്കീർത്തനം. അതുകൊണ്ട് 51:2 പറയുകയാണ്, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പൊക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. 5 പറയുക, ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അകൃത്യം മാച്ചു കാണണം. അകൃത്യം അതിന് നമ്മൾ പുറത്തു വരണം. ദൈവം ഈ യഹസ്കേൽ പ്രവചനപുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ അതിൻ്റെ ഒരു വാക്യമുണ്ട്. അവിടെ പറഞ്ഞു, അകൃത്യം ഉള്ളവൻ ശക്തി പ്രാപിക്കുകയില്ല. അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്നവൻ ശക്തി പ്രാപിക്കുകയില്ല. യെശയ്യാവ് 59:2 പറയുന്നു, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും ദൈവത്തെ തമ്മിൽ ഭിന്നിപ്പിച്ചത്. ദൈവം നമ്മൾ തമ്മിൽ ബന്ധം അകന്നു പോകും. യെരമ്യാ പ്രവചനം 5-ാം അധ്യായം അതിൻ്റെ 23-25 വായിക്കുമ്പോൾ കാണാൻ കഴിയും, മുൻമഴയും പിന്മഴയും ഇങ്ങനെ നമുക്ക് അതത് സമയത്ത് വേണ്ടുന്ന മഴ തരുകയും കൊയ്ത്തിനുള്ള കാലാവധി പരിപാലിച്ച ദൈവം നമ്മുടെ ദൈവമായ യഹോവ നാം ഭയപ്പെടുക എന്നവൻ ഹൃദയത്തിൽ പറഞ്ഞതുമില്ല. ഇവ മാറിപ്പോകുവാൻ നിങ്ങളുടെ അകൃത്യങ്ങളത്തിന് കാരണം, നിങ്ങളുടെ പാപങ്ങളാൽ ഈ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു. അപ്പം അകൃത്യങ്ങൾ തക്ക സമയത്തുള്ള നന്മകളെ ബ്ലോക്ക് ചെയ്ത് കളയും. അതുകൊണ്ട് നമ്മൾ അറിയണം, ഇത് നമ്മൾ പുറത്തിടണം, ഇതിനെപ്പറ്റി അറിയണം. ഇതൊരു ഉടമ്പടി ബ്രേക്കിംഗ് ആണ്, ഉടമ്പടിയെ പൊട്ടിക്കുകയാണ്. അതായത് ഒരാൾ പാപം ചെയ്തു, ആ പാപം കാരണം തലമുറയെ അടിമയിൽ, ചില അകൃത്യത്തിൻ്റെ അടിമയിൽ കൊണ്ടുപോയി ആ അടിമത്തത്തിൽ നിന്ന് യേശു കർത്താവ് സ്വതന്ത്രമാക്കിയാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും പറഞ്ഞ് പ്രാർത്ഥിക്കണം, കർത്താവേ അകൃത്യങ്ങൾ പരിഹരിക്കപ്പെട്ടേ പച്ച. അതിൻ്റെ പ്രൊവിഷൻ വെളിപ്പെട്ട് കഴിഞ്ഞു. അതാണ് യേശു കർത്താവിൻ്റെ ക്രൂശ് മരണം. ഇനി ഒത്തിരി വാക്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. നിങ്ങൾ കഴിയുമെങ്കിൽ
നിങ്ങൾ മൊബൈലിലെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എന്തെങ്കിലും ഉപയോഗിച്ച് അകൃത്യം എന്ന വാക്ക് കണ്ടെത്തുക, അല്ലെങ്കിൽ ഇനിക്വിറ്റി എന്ന വാക്ക് കണ്ടെത്തുക. എന്നിട്ട് പ്രാർത്ഥിക്കുക, കർത്താവേ ഇതിന് പരിഹാരം ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അവൻ്റെ രക്തത്താൽ നമുക്ക് വിമോചനമുണ്ട്, ബ്രേക്ക് ത്രൂ ഉണ്ട്, ഒരു വിടുതലുണ്ട്. ക്രൂശിൽ ചെന്ന രക്തത്താൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കും, ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ്. അതേ പല തലമുറകളും, ദൈവമക്കളുടെ തലമുറകൾ അനുസരണമില്ലാതെ തകർന്നു പോവുകയാണ്, വഴിതെറ്റി പോവുകയാണ്. അകൃത്യഭാരം ചുമക്കുന്നതിൻ്റെ വഴി വളഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട്? അവൻ ചുമക്കുകയാണ് അകൃത്യം. പരിഹരിക്കപ്പെടണം. പല തലമുറകളും വഴിതെറ്റി പോകുന്നു, നശിച്ചു പോകുന്നു. കാരണം എന്താണ്? അകൃത്യമാണ്. പലരും പറയാണ്, അയ്യോ ഞാൻ എവിടെ എത്തേണ്ട വ്യക്തിയായിരുന്നു. പലതും അകൃത്യം കാരണം നമ്മൾ ജീവിതത്തിൽ പരാജയത്തിലെത്തിക്കൊണ്ടിരിക്കുന്നു. യേശു കർത്താവ് മരിച്ചത് നിന്നെ പരാജയത്തിൽ നിന്ന് ഉയർച്ചയിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണ്. യേശു കർത്താവ് മരിച്ചത്, ഉയർക്കപ്പെട്ടത് നശിച്ചു പോകുന്ന നേരത്തെ വിടിവിക്കാൻ വേണ്ടിയാണ്. വിശ്വസിക്കുകയും അത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്താൽ വിടുതൽ കിട്ടും. പൗലോസ് ഇതുപോലെ പറഞ്ഞു. റോമർ 7-ാം അധ്യായം 8-ാമത്തെ വാക്യം കാണും. 7-ാം അധ്യായത്തിൻ്റെ പകുതി വരെ വാക്യം കഴിയും. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ല, എന്തോ എന്നെ പാപത്തിൻ്റെ കറകൾ, പാപത്തിൻ്റെ കൺട്രോൾ എൻ്റെ ശരീരങ്ങളെ, എൻ്റെ മനസ്സിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. എന്താ കാര്യം അറിയുന്നില്ല. അതിനൊടുക്കത്തിൽ പറയാണ്, എന്നെ ആര് വിടുവിക്കും? കരയാണ്. എന്നിട്ട് പറയുന്നു, യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിൽ ക്രിസ്തു സ്വന്തം വരുത്തിയിരിക്കുന്നു. അത് വചനം പറയണം, ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ചിലപ്പോൾ നിങ്ങൾ കരയായിരിക്കും, കർത്താവേ എൻ്റെ കുടുംബത്തിൽ എന്തുകൊണ്ട് ഈ അവസ്ഥ വരുന്നു? അകൃത്യം പരിഹരിക്കപ്പെടണം. പ്രാർത്ഥിക്കണം. ചില ദിവസങ്ങൾ മാറി പ്രാർത്ഥിക്കർത്താവേ, ലൈംഗിക പാപത്തിന്റെ അകൃത്യങ്ങൾ, വിഗ്രഹ ആരാധനയുടെ അകൃത്യങ്ങൾ, കൊലപാതകത്തിന്റെ അകൃത്യങ്ങൾ, ലംഘനത്തിന്റെ അകൃത്യങ്ങൾ, പാപത്തിന്റെ അകൃത്യങ്ങൾ, കർത്താവേ ഓരോന്ന് ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ചു വിടുതൽ പ്രാപിക്കുമ്പോൾ കെട്ടപ്പെട്ട അടിമയിൽ പോയ തലമുറകൾ വിടുവിക്കും. അത് ദൈവം പ്രവർത്തിക്കും. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങുക. യേശു കർത്താവ് നിങ്ങളെ സ്വതന്ത്രമാക്കും, നിങ്ങളെ കുടുംബത്തെ സ്വതന്ത്രമാക്കും. അകൃത്യം കണക്കിടപ്പെടരുത്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 7-ാം അധ്യായം പറഞ്ഞു, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. വാഗ്ദത്തങ്ങളുണ്ട്, പക്ഷേ ഇത് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അത് പ്രാപിക്കാൻ കഴിയത്തില്ല. കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അത് ഊവെന്നാണ്, എല്ലാവർക്കും ഉണ്ട്. എത്ര തകർന്നു പോയ വ്യക്തിക്കാലും അതുണ്ട്, പക്ഷെ അത് പരിഹരിക്കപ്പെടണം. കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് യേശുവിൻ നാമത്തിൽ അകൃത്യങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. അകൃത്യങ്ങൾ കാരണം ആത്മാവിൽ കണ്ണുകൾ അടയപ്പെട്ടത്, മൂടപ്പെട്ടത്, അന്ധകാരം പിടിച്ചെടുക്കുന്നത് തുറക്കട്ടെ യേശുവിൻ നാമത്തിൽ. ഒത്തിരി പഠിച്ചിട്ടും നല്ല ജോലി കിട്ടാത്തത്, അതിന് പരിഹാരമുണ്ടാകട്ടെ. കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, വാഗ്ദത്തങ്ങളെ പ്രാപിക്കട്ടെ. യേശു ക്രിസ്തു ആമേൻ അകൃത്യത്തിൽ നിന്ന് വിടുവിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ വന്നു എന്നുള്ളത് സത്യമാണ്. അത് വെളിപ്പെട്ടു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾ, വ്യക്തികൾ വിടുവിക്കപ്പെടട്ടെ, ആരാധിച്ച് ബലപ്പെടട്ടെ. പരിശുദ്ധമാവേ സഹായിക്കണമേ. വചനം വെളിപ്പെട്ടു വരട്ടെ. ആ കുടുംബങ്ങൾ വിടുവിക്കപ്പെട്ട തലമുറകൾ കണ്ണു തുറക്കട്ടെ. വഴിയിൽ വീണ് കിടക്കുന്ന തലമുറകൾ മടങ്ങി വരട്ടെ. കവർച്ചയായി പോയാൽ ജനത്തെക്കുറിച്ച് ആരും ചോദിക്കുന്നില്ലെന്ന് പറയുന്നത് പോലെ കർത്താവേ ഞങ്ങൾ ചോദിക്കുകയാണ്. ഒരു മടങ്ങി വരട്ടെ. തലമുറകൾ വിടുവിക്കപ്പെട്ട ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന്, തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് കുടിയേറുന്ന വ്യക്തികളെ കർത്താവ് മടക്കി വിളിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ അകൃത്യം മാറട്ടെ, പാപം മാറട്ടെ, ലംഘനം മാറി ഒരു വിശുദ്ധ പ്രഭയായി ജീവിക്കുവാൻ ദൈവം സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ദ പവർ ഓഫ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആക്ടിവേറ്റ് ഇൻ ദ ലൈഫ് ലോർഡ്. യേശുവേ, അങ്ങയുടെ രക്തത്തിന്റെ ശക്തിയാൽ ആ കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ. സ്വർഗ്ഗീയ നല്ല പിതാവേ, ആമേൻ. അതേ, ഈ വചനങ്ങളെ കണ്ടെത്തുക, പ്രാർത്ഥിക്കുക, ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവം തീർച്ചയായിട്ടും ഒരു പരിഹാരത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും നയിക്കും. നിങ്ങൾ നഷ്ടപ്പെട്ടു പോവാൻ ദൈവം അനുവദിക്കുകയില്ല.
വിശ്വസിക്കുക. കണ്ണ് തുറക്കട്ടെ, ആത്മാവിൽ ബലം പ്രാപിക്കട്ടെ. റോമർ 8:2 വീണ്ടും വീണ്ടും പറയുക, ജീവന്റെയും ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുകയാണ്. ആ സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവ് നമ്മൾ തരട്ടെ. ആത്മാവുള്ളടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം പ്രാപിച്ചത് അത് നിലനിന്ന് പോകുവാൻ ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.